അരുൺ, അറിയേണ്ടത് മന്ത്രിസഭാ യോഗത്തിലടക്കം, അതായത് സർക്കാരിൻ്റെ പൊതുപരിപാടികളിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുന്ന ഒരു സമീപനമായിരിക്കുമോ സ്വീകരിക്കുക? കാരണം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി രാജിവെക്കുന്നില്ല, ഇനിയിപ്പോൾ മന്ത്രിയുടെ ഭാര്യയെ അനുനയിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട്? പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മന്ത്രി പരിപാടികളിൽ മാറി നിൽക്കാനുള്ള സാധ്യത വിരളമാണ്. കാരണം അദ്ദേഹം അങ്ങനെ വയ്ക്കുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകണം. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമല്ല. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് തീർത്തും ഘടകവിരുദ്ധമായ ഒരു സാഹചര്യത്തിലേക്ക് വിഷയം മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അത്തരമൊരു പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ഗണേഷ് കുമാറിന് രക്ഷ നേടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിഷയം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയോ അല്ലെങ്കിൽ സർക്കാർ പരിപാടികൾ വിട്ടുനിൽക്കുകയോ ചെയ്യാനുള്ള സാധ്യത വിരളമാണ്. പകരം അദ്ദേഹം മാധ്യമങ്ങളോട് ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞ നിലപാടായിരിക്കില്ല, തനിക്ക് തെറ്റുപറ്റി എന്ന് തന്നെ തുറന്നു പറയാൻ പോലും ഒരുപക്ഷെ മന്ത്രി തയ്യാറായേക്കാം. അങ്ങനെയെങ്കിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ മന്ത്രിക്കും അതുപോലെ തന്നെ ഇടത് കേന്ദ്രങ്ങൾക്കും ഉള്ളത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ ഉള്ള പോലെ നടപടികൾക്ക് ഇനി സാധ്യത വിരളമാണ്. കാരണം ഈ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ആ നിലപാട് തിരുത്തി താൻ ക്ഷമിക്കാൻ തയ്യാറാണ്, തന്നോട് ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞു, മന്ത്രി നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ അവിടെ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള താല്പര്യമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാനിടയില്ല. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം ഇനിയും തുടർന്നേക്കാം. പ്രതിപക്ഷ പ്രതിഷേധം മാത്രമല്ല, ഒരു ക്യാമ്പയിനായി തന്നെ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തേക്കാം. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന, അതിജീവിതമാർക്കൊപ്പം എന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ വിഷയം വന്നപ്പോൾ അതൊരു സെറ്റിൽമെന്റ് പോകുന്നവരെ കാത്തിരുന്നു? എന്തുകൊണ്ട് മന്ത്രിക്കെതിരെ കേസെടുത്തില്ല? എന്തുകൊണ്ട് മന്ത്രിയെ മാറി നിൽക്കാൻ മന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല? അതിനെ ചോദ്യങ്ങളൊക്കെ ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്നേക്കാം. ഈ സർക്കാർ തുടക്കത്തിൽ തന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനാണെന്ന് ആദ്യം ഇടതുകൊണ്ട് തീരുമാനിച്ചത്. പക്ഷേ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം വൈകിപ്പിച്ചത്. ഒടുവിൽ 2.5 വർഷത്തിന് ശേഷം മന്ത്രിയാക്കാൻ തുനിയുമ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വലിയ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം എടുത്ത നിലപാട് കെ പി ഗണേഷ് കുമാർ 2.5 വർഷത്തിന് ശേഷം മന്ത്രിയാക്കാം എന്ന വാഗ്ദാനം ഇടതുമുന്നണി CPM നൽകിയതാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷകൾ കാക്കും വിധം മികച്ച മന്ത്രി എന്ന പേരെടുത്തു ഗണേഷ് കുമാർ. KSRTCയെ അദ്ദേഹം ലാഭത്തിലാക്കി. ജീവനക്കാരുടെ ശമ്പളം കൃത്യസമയത്ത് കൊടുത്ത് തീർക്കാൻ കഴിയുന്ന സംവിധാനത്തെ KSRTCയെ മാറ്റി. അവിടെയെല്ലാം ഈ ഭരണപരമായ കഴിവുള്ളപ്പോഴും ഭരണ പ്രാഗൽഭ്യം തെളിയിക്കുമ്പോഴും വ്യക്തിജീവിതമെന്നും KB ഗണേഷ് കുമാറിന്റെ വ്യക്തിജീവിതമെന്നും UDF-ലായിരിക്കുമ്പോൾ UDF-നും ഇടതുമുന്നണിക്കൊപ്പം എത്തുമ്പോൾ ഇടതുമുന്നണിക്കും തലവേദനയായി മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നത്. ഏതായാലും ഒരു തവണ കൂടി ഗണേഷ് കുമാറിനെ രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് എന്ന് വേണം ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ ഇപ്പോഴത്തെ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ പരാതിക്കില്ല, അവർക്ക് പരാതിയില്ല. ഗണേഷ് കുമാർ അവരോട് മാപ്പ് പറഞ്ഞു. അതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടുകൂടി KB ഗണേഷ് കുമാർ ഈ വിവാദത്തിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ തന്നെയാണ് ഇപ്പോഴത്തെ സാധ്യത. അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് സർക്കാരും കടക്കാനിടയില്ല. യെസ്, എന്ത് തന്നെയാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മന്ത്രി KB ഗണേഷ് കുമാറിനും. ഇന്നലെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു അരുൺ ഉണ്ടായത്, പ്രത്യേകിച്ച് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം. ഇപ്പോൾ ഭാര്യ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ ഈ വിഷയം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു. അപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ CPI-ക്ക് ഉൾപ്പെടെ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ആദ്യ പ്രതികരണത്തിൽ. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രണയമാണ്, പ്രണയം ഏത് പ്രായത്തിലും എത്ര പേരോടുമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ വാക്കുകളടക്കം വിവാദമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന, അതായത് മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് നേരെ ആക്ഷേപങ്ങൾ വരുമ്പോൾ ഇത് പറഞ്ഞൊഴിയുക, അതേസമയം രാഷ്ട്രീയ എതിരാളികളുടെ ചേരിയിൽ ഇതേ സമാനമായ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് ഗുരുതരമാക്കി ചിത്രീകരിക്കുക, അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയല്ലേ? തീർച്ചയായും നിലപാടുകളിൽ ഇരട്ടത്താപ്പെന്ന ആരോപണം CPM വിഷയത്തിൽ നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായ കുറ്റകൃത്യമെന്ന് പറയാൻ കഴിയില്ല. നിരവധി ബലാത്സംഗ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു വിഷയം വരുമ്പോൾ KB ഗണേഷ് കുമാറിന് 2013 ഉണ്ടായത് ഏറെക്കുറെ സമാനമായ സംഭവമാണ്. അന്ന് എടുത്ത നിലപാടല്ല CPI ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഗണേഷ് കുമാർ രാജിവെക്കേണ്ട നിലപാടാണ് CPM ഔദ്യോഗികമായി എടുക്കാൻ പോകുന്നതെങ്കിൽ ഇടതുമുന്നണി അത്തരം നിലപാടിലേക്ക്, ഗണേഷിനെ രാജിവെക്കേണ്ട നിലപാടിലേക്കാണ്
നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായും 2013 അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും അന്നത്തെ പ്രതിപക്ഷ VS അച്യുതാനന്ദനും ഒക്കെ വിഷയത്തിലെടുത്ത നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും. അവിടെ ഇരട്ടത്താപ്പുണ്ട് എന്ന് വ്യക്തമാക്കപ്പെടും. അതിന് പ്രതിപക്ഷത്തോട് കേരള സമൂഹത്തോട് CPM-ഉം ഇടതുമുന്നണിയും മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അപ്പോഴും പരാതിയില്ല എന്ന ഒരു സാങ്കേതികത്വത്തിൽ പറഞ്ഞ് ഗണേഷ് കുമാറിൻ്റെ കുടുംബ പ്രശ്നം മാത്രമായിരുന്നു, അത് ഒരു വൈകാരിക നിമിഷത്തിൽ അല്ലെങ്കിൽ വൈകാരികമായ പ്രതികരണമായി പുറത്തു വന്നത് എന്ന് മാത്രമാണ്. അവിടെ പരാതി തീരുന്നു, കുടുംബത്തെ പരിഹരിക്കപ്പെടേണ്ട വിഷയമായിരുന്നു അത് പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായും ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാകാം CPM ശ്രമിക്കുക. അത് സാങ്കേതിക മാത്രമാണ്. പക്ഷേ അവിടെ ഇത്തരം ആരോപണങ്ങൾക്ക്, ഇത്തരം ചോദ്യങ്ങൾക്ക്, പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നുമൊക്കെ ഉയർന്ന വിമർശനങ്ങൾക്ക് CPM മറുപടി പറയേണ്ടി വരും, ഇടതുമുന്നണി മറുപടി പറയേണ്ടി വരും. ഇതിൽ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി തന്നെയാകാം ഒരുപക്ഷെ UDF-ന്റെ പ്രചരണവുമൊക്കെ മുന്നോട്ട് പോവുക. യെസ്, വലിയ തോതിൽ, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം തന്നെയാണ്. മന്ത്രിയുടെ രാജി ഉണ്ട് എങ്കിലും രാജിയില്ലാതെ തുടരുകയാണ് എങ്കിലും ഇന്നലെ മുതൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ ആയിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് KB ഗണേഷ് കുമാറിന്റെ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ, അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അടക്കം ചില പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനുശേഷം വിനീഷും തുടരുന്നുണ്ട്. യെസ്, കാലൻകോഴി പത്തനാപുരത്തിന് വേണ്ട എന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആയിരുന്നു. അതായത് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ പത്തനാപുരത്ത് ഇങ്ങനെ ഒരാളെ ഇനി MLA ആയി വേണ്ട എന്ന് പറയുന്ന സാഹചര്യം. അതേസമയം കൊട്ടാരക്കരയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇന്നലെ മന്ത്രിയുടെ മണ്ഡലം, ആ മണ്ഡലത്തിന് ചേർന്നുള്ള പ്രദേശങ്ങൾ, ജില്ലയിലുടനീളം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഈ വിവരം പുറത്തു വന്നതിന് ശേഷം ഇന്നും അതിൻ്റെ ഒരു തുടർച്ച പ്രതീക്ഷിക്കാം. തീർച്ചയായും അഭിലാഷ്, ഇന്നും അതിന്റെ തുടർച്ച എന്നോണമുള്ള നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വലിയ പ്രതിഷേധങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, അതുപോലെ BJP യുവമോർച്ച പ്രവർത്തകരുടെ വലിയൊരു പ്രതിഷേധം തന്നെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലും. ഇതിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് മന്ത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രതികരണങ്ങളിൽ നമ്മളോട് പറഞ്ഞത്. തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. തുടർന്നാണ് തന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.